2021 ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് ക്യാപ്റ്റൻ നോവ. സ്പേസ് സ്യൂട്ട് ധരിക്കാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരിക്കൽ ഭൂമി ആകെ നശിച്ചുപോയി. എന്നാൽ ഒരു കൂട്ടം ശാസ്ത്രജ്ഞര് ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു മാർഗം കണ്ടെത്തി. അങ്ങനെ അവര് പാസ്റ്റിലോട്ട് പോയി ഭൂമിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. 2050 കഥ നടക്കുന്നത്. ആഗോള താപനം കാരണം ഭൂമി ഇപ്പോൾ ആകെ നശിച്ചിരിക്കുകയാണ്. ഭൂമിയെ കണ്ടാൽ പെട്ടെന്ന് മാഴ്സ് ആണെന്ന് തോന്നിപ്പോകും. അന്തരീക്ഷത്തിലെ വായു ശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ വിഷവാതകമായി മാറിയിരിക്കുകയാണ്. ഉപരിതല താപനിലയാണെങ്കിൽ 50 ഡിഗ്രി സെൽഷ്യസോളം ഉയരാറുണ്ട്. സ്പേസ് സ്യൂട്ട് ഇടാതെ ഇപ്പോൾ ആർക്കും തന്നെ പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്ന അവസ്ഥയാണ്. അതിനാൽ മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം പൂർണ്ണമായും വംശനാശം സംഭവിച്ചുപോയി. സിനിമയിലെ പ്രധാന കഥാപാത്രമായ നോവ പുറത്തിറങ്ങി നടക്കുന്ന രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. അവള് കാലാവസ്ഥയെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തുന്ന ഒരു സയന്റിസ്റ്റാണ്. ഇവളും പിന്നെ വേറെ കുറെ സയന്റിസ്റ്റുകളും ചേർന്ന് ഇവിടെ സമീപത്തൊരു ലാബ് നിർമ്മിച്ചിട്ടുണ്ട്. കുറച്ചുനേരം കഴിഞ്ഞതും ദൗത്യത്തിന് സമയമായെന്നും പറഞ്ഞ് അവളെ മറ്റ് സയന്റിസ്റ്റുകൾ ലാബിലേക്ക് വിളിച്ചു വരുത്തി. വീൽ ചെയറിലിരിക്കുന്ന ഇയാളാണ് ഈ ലാബിലെ പ്രധാന സയന്റിസ്റ്റ്. ഈ ശാസ്ത്രജ്ഞരെല്ലാം ചേർന്ന് കുറെ വർഷങ്ങളായിട്ടുള്ള പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു മാർഗം കണ്ടെത്തിയിരിക്കുകയാണ്. അതിനുവേണ്ടി അവര് ഭൂമിക്ക് സമീപം വലിയൊരു വേം ഹോൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ വേം ഹോളിലൂടെ സഞ്ചരിച്ചാൽ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് പോയിട്ട് ആഗോള താപനം ഉണ്ടാകാൻ കാരണമായ എന്തോ ഒരു സംഭവം സംഭവിക്കാതെ നോക്കണം. അതാണ് ഇവരുടെ ദൗത്യം. അതിനുവേണ്ടി നോവയാണ് ടൈം ട്രാവൽ ചെയ്യാൻ പോകുന്നത്. പറക്കാനൊക്കെ കഴിയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു AI റോബോട്ടും ഒരു സഹായത്തിനു വേണ്ടി നോവയുടെ കൂടെ പോകുന്നുണ്ട്. പാസ്റ്റിലേക്ക് പോയിട്ട് കൃത്യമായും എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രധാന സയന്റിസ്റ്റ് പറഞ്ഞുകൊടുത്തു. പിന്നെ കുറെ നേരത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം നോവ സ്പേസ് സ്യൂട്ടും ധരിച്ച് ഒരു സ്പേസ് ഷിപ്പിൽ കയറി യാത്രയായി. നിമിഷ നേരം കൊണ്ട് തന്നെ സ്പേസ് ഷിപ്പ് ബഹിരാകാശത്തിലെത്തി. അവിടെ ഭൂമിക്കടുത്ത് വേം ഹോൾ ഉള്ളത് കാണാം. അതിന്റെ ഉള്ളിൽ പ്രവേശിച്ചതും പെട്ടെന്ന് സ്പേസ് ഷിപ്പ് പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ ലാബുമായുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടമായി. അതിനിടയിൽ സ്പേസ് ഷിപ്പിൽ എന്തോ ഒരു ചെറിയ തകരാറും സംഭവിച്ചു. അടുത്ത് 25 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2025 നെതർലാൻഡ്സിലെ രംഗമാണ് കാണിക്കുന്നത്. സിനിമയിലെ രണ്ടാമത്തെ പ്രധാന കഥാപാത്രമായ നാസ് എന്ന കുട്ടി റോഡിലൂടെ ഒരു ATV വണ്ടിയും ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. രാത്രി പാരന്റ്സ് കാണാതെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെറുതെ നൈറ്റ് ഡ്രൈവിന് പോകാറുണ്ട്. അങ്ങനെ പോകുന്നതിനിടയിൽ മുകളിലൂടെ സ്പേസ് ഷിപ്പ് പോലെ എന്തോ ഒന്ന് പറന്നു പോകുന്നത് കണ്ടിട്ട് അവൻ അതിനെ ഫോളോ ചെയ്തു. അത് യഥാർത്ഥത്തിൽ നോവയുടെ സ്പേസ് ഷിപ്പാണ്. കുറച്ചു ദൂരം പോയതും അതൊരിടത്ത് തകർന്നു വീണ് കിടക്കുന്നത് കണ്ടു. അവൻ കൗതുകത്തോടെ അങ്ങോട്ട് ചെന്ന് നോക്കി. അപ്പോൾ നോവ അവിടെ ബോധം കെട്ട് കിടക്കുന്നത് കണ്ടു. അത് മനുഷ്യനെ പോലെയുള്ള ഏതോ ഏലിയൻ ആയിരിക്കുമെന്നാണ് നാസ് കരുതിയത്. നോവയുടെ റോബോട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഇവര് വന്ന് ലാൻഡ് ചെയ്തത് തെറ്റായ ലൊക്കേഷനിലാണെന്ന് നമുക്ക് മനസ്സിലാകും. ശരിക്കുമുള്ള ലൊക്കേഷൻ ഇവിടുന്ന് ഏതാണ്ട് 100 കിലോമീറ്ററുകൾക്കപ്പുറമാണ്. പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനിടയിൽ ഷിപ്പിന് പറ്റിയ ചെറിയൊരു തകരാറ് കാരണമാണ് അതിവിടെ വന്ന് ക്രാഷ് ലാൻഡ് ചെയ്തത്. എന്തായാലും ഉടൻ തന്നെ അവിടെ പോലീസ് വരുന്ന ശബ്ദം കേട്ടു. നോവ ഒരിക്കലും പിടിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് പോലീസിന്റെ നിന്ന് രക്ഷപ്പെടാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് റോബോട്ട് നാസിനോട് പറഞ്ഞു. ഏലിയൻസിനെ സഹായിക്കാൻ പറ്റുന്നത് വലിയൊരു അവസരമായിട്ടാണ് നാസിന് തോന്നിയത്. അതുകൊണ്ട് പോലീസ് അവിടെ എത്തിയതും അവൻ നോവയെയും കൊണ്ട് അവന്റെ ATV വണ്ടിയിൽ കയറി അവിടുന്ന് രക്ഷപ്പെട്ടു. റോബോട്ടും അവന്റെ കൂടെ പറന്നുപോയി. ഉപേക്ഷിക്കപ്പെട്ട പഴയൊരു ഫാക്ടറിയിലേക്കാണ് അവൻ നോവയെ കൊണ്ടുപോയത്. അപ്പോഴും അവൾക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. മൂക്കിലെന്ന് രക്തവും വരുന്നുണ്ട്. ഇവളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് നാസ് പറഞ്ഞു. പക്ഷേ ആശുപത്രിയിൽ പോയാൽ ചിലപ്പോൾ അവര് പോലീസിനെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വേണ്ടെന്നാണ് റോബോട്ട് പറഞ്ഞത്. എന്നാൽ പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് നാസ് ATVയും എടുത്തോണ്ട് വീട്ടിൽ പോയി. ഈ സമയം സ്പേസ് ഷിപ്പ് വന്ന് ക്രാഷ് ലാൻഡ് ചെയ്ത സ്ഥലത്ത് കുറെ സയന്റിസ്റ്റുകളും പോലീസുകാരുമൊക്കെ വന്ന് പരിശോധന നടത്തുകയായിരുന്നു. അതിനിടയിൽ അവിടെ ക്ലെയർ എത്തി. അവള് ഉയർന്ന ഒരു മിലിറ്ററി ഓഫീസറാണ്. ഇത് അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമാണെന്ന് കരുതി ഇപ്പോൾ മിലിറ്ററി ഇതിലിടപെട്ടിരിക്കുകയാണ്. നേരത്തെ ആരോ 2 പേര് ATVയിൽ കയറി രക്ഷപ്പെട്ടു പോയ കാര്യം പോലീസുകാരെ ക്ലെയറിന് പറഞ്ഞുകൊടുത്തു. അങ്ങനെയെങ്കിൽ എത്രയും വേഗം അവരെ കണ്ടെത്തണമെന്ന് ക്ലെയർ നിർദ്ദേശിച്ചു. ഈ സമയം നാസ് അവന്റെ വീട്ടിലെത്തി. അവന്റെ പാരന്റ്സ് നല്ല ഉറക്കത്തിലാണ്. അവൻ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് മരുന്നെടുത്ത ശേഷം വീണ്ടും ഫാക്ടറിയിലേക്ക് തിരിച്ചുപോയി. അവൻ പോയി കുറച്ചു കഴിഞ്ഞതും അവന്റെ ATVയുടെ ഡീറ്റെയിൽസ് തപ്പിപ്പിടിച്ച് ക്ലെയറും അവന്റെ വീട്ടിലെത്തി. അവള് നാസിന്റെ അച്ഛനെ വിളിച്ചുണർത്തിയിട്ട് നിങ്ങളുടെ പേരിലുള്ള ATV കുറച്ചു നേരത്തെ ഒരു ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് വെച്ച് കണ്ടുവെന്നും താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്നും ചോദിച്ചു. അപ്പോൾ ഇത് നാസ് ഒപ്പിച്ച എന്തെങ്കിലും പണിയായിരിക്കുമെന്ന് അയാൾ ഊഹിച്ചു. അതുകൊണ്ട് അവനോട് ചോദിച്ചാൽ സത്യം അറിയാൻ കഴിയുമെന്ന് പറഞ്ഞ് അയാള് നാസിന്റെ റൂമിലേക്ക് പോയി. പക്ഷെ അവിടെ നാസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ അവൻ മിക്കവാറും സമീപമുള്ള പഴയ ഫാക്ടറിയിൽ കാണുമെന്ന് അയാള് ക്ലെയറിന് പറഞ്ഞുകൊടുത്തു.
ഇവിടെ നാസ് ഫാക്ടറിയിൽ എത്തിയപ്പോഴേക്കും ക്ലെയറിന് ബോധം വന്നിരുന്നു. നാസിനെ കണ്ടതും അവൾ തോക്കെടുത്ത് ചൂണ്ടി. പക്ഷെ ഇവൻ നമ്മളെ സഹായിക്കാൻ വന്നതാണെന്ന് റോബോട്ട് പറഞ്ഞു മനസ്സിലാക്കി. അപ്പോഴാണ് തറയിൽ കിടന്ന വെള്ളത്തിന്റെ റിഫ്ലക്ഷനിലൂടെ നോവ അവളുടെ രൂപം ശ്രദ്ധിച്ചത്. അവളിപ്പോൾ കുട്ടിയായി മാറിയിരിക്കുകയാണ്. സംഭവം അത് ടൈം ട്രാവൽ ചെയ്തതിന്റെ സൈഡ് എഫക്റ്റ് ആണ്. എത്ര വർഷമാണോ പിന്നിലോട്ട് വന്നത് അത്രയും വയസ്സ് കുറയും. ഇങ്ങനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞര് കരുതിയിരുന്നില്ല. എന്തായാലും അവളുടെ രൂപം കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നതിനിടയിൽ അവിടെ ക്ലെയർ എത്തി. ആ ശബ്ദം നോവയും നാസും കേട്ടു. ക്ലെയർ അകത്ത് കയറി വന്ന് നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാനില്ല. എന്നാൽ ഇവൾ അകത്ത് കയറിയതിനിടയിൽ അവര് മറ്റൊരു വഴിയിലൂടെ പുറത്തിറങ്ങി. എന്നിട്ട് ക്ലെയറിന്റെ കാറും എടുത്തുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി. നാസാണ് കാർ ഓടിക്കുന്നത്. പോകുന്ന വഴിക്ക് നിങ്ങൾ എന്തിനാണ് ഭൂമിയിൽ വന്നതെന്ന് നാസ് ചോദിച്ചു. പക്ഷേ നമ്മുടെ ദൗത്യം വളരെ സീക്രട്ട് ആണെന്നും അതുകൊണ്ട് നിന്നോടൊന്നും പറയാൻ പറ്റില്ലെന്നും നോവ പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ ഇനി നിങ്ങളെ സഹായിക്കില്ലെന്ന് പറഞ്ഞ് നാസ് വണ്ടി നിർത്താൻ തുടങ്ങി. അപ്പോൾ കുറെ കാശ് കാണിച്ചിട്ട് ഞങ്ങൾ പറയുന്ന ലൊക്കേഷനിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുപോയാൽ ഈ കാശ് മൊത്തം നിനക്ക് തരാമെന്ന് നോവ പറഞ്ഞു. കാശ് കണ്ടപ്പോൾ നാസിന് സന്തോഷമായി. പിന്നെ അവനൊന്നും ചോദിച്ചില്ല. ഈ സമയം ക്ലെയർ നാസിന്റെ ATVയിൽ മിലിറ്ററി ബേസിലെത്തി. അടുത്ത ദിവസം രാവിലെ നോവയുടെ സ്പേസ്ഷിപ്പും മിലിറ്ററിക്കാര് ബേസിൽ കൊണ്ടുവന്നു. മിലിറ്ററിയിലെ സയന്റിസ്റ്റുകൾ അത് മൊത്തം പരിശോധിച്ച് നോക്കി. ഇന്നത്തെ ടെക്നോളജിയേക്കാൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയ ടെക്നോളജികളാണ് ഇതിലുള്ളത്. എന്നിരുന്നാലും ഇത് ഏലിയൻസ് ആയിരിക്കാനുള്ള സാധ്യതയില്ല. കാരണം സ്പേസ്ഷിപ്പിനകത്തും പുറത്തും മനുഷ്യരുടെ ഫിംഗർ പ്രിന്റ്സ് മാത്രമേ ഉള്ളൂ. അതിലുള്ള നിരവധി ഫിംഗർ പ്രിന്റ്സിൽ ഒരെണ്ണം മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അത് നോവ കെസ്റ്റർ എന്ന ഒരു 12 വയസ്സുകാരിയുടേതാണ്. അങ്ങനെ സയന്റിസ്റ്റുകൾ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ക്ലെയറിന് പറഞ്ഞുകൊടുത്തു. ഈ സമയം നാസും ക്ലെയറും യാത്രയിലായിരുന്നു. അവര് പകുതിയിൽ കൂടുതൽ ദൂരമെത്തി. എന്നാൽ ഒരിടത്തെത്തിയപ്പോൾ കാറിന്റെ എഞ്ചിൻ കേടായി പോയി. ഇനി എന്ത് ചെയ്യുമെന്നാലോചിച്ച് നിൽക്കുന്നതിനിടയിൽ അതുവഴി ഒരു വൃദ്ധൻ വന്നു. അയാൾക്ക് വണ്ടി നന്നാക്കാൻ അറിയാം. പക്ഷെ അയാളുടെ ടൂൾസ് എല്ലാം വീട്ടിലാണ്. അങ്ങനെ അയാള് നാസിന്റെ കാറിനെയും കെട്ടി വലിച്ചുകൊണ്ട് വീട്ടിൽ പോയി. കുട്ടികളെയും കൊണ്ടാണ് പോയത്. ഈ സമയം ക്ലെയർ നോവയുടെ വീട്ടിലെത്തി. അതായത് ശരിക്കുമുള്ള കുട്ടി നോവയുടെ വീട്ടിൽ. ക്ലെയർ നോവയെയും അവളുടെ പാരന്റ്സിനെയും ചോദ്യം ചെയ്തു. പക്ഷെ അവർക്ക് ആർക്കും ഒന്നും തന്നെ അറിയില്ല. അത് മാത്രമല്ല, ഇന്നലെ രാത്രി മുഴുവൻ നോവ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് അവളുടെ പാരന്റ്സ് ഉറപ്പിച്ചു പറഞ്ഞു. ക്ലെയർ ആകെ കൺഫ്യൂഷനിലായി. ഇനി ഇവരെല്ലാം ചേർന്ന് കള്ളം പറയുന്നതായിരിക്കുമോ എന്ന് അവൾക്ക് സംശയം തോന്നി. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യാൻ 3 പേരെയും പിടിച്ചോണ്ട് മിലിറ്ററി ബേസിലേക്ക് പോയി. പക്ഷേ 3 പേരെയും എങ്ങനെയൊക്കെ ചോദ്യം ചെയ്തിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതുമാത്രമല്ല, വീട്ടിലെ CCTV പരിശോധിച്ചപ്പോൾ നോവയും പാരന്റ്സും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും മനസ്സിലായി. അപ്പോൾ ഇവര് പറയുന്നത് സത്യം തന്നെയാണെന്നും ഇവർക്ക് സ്പേസ്ഷിപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും ക്ലെയറിന് ബോധ്യമായി. പക്ഷെ എങ്കിൽ പിന്നെ നോവയുടെ ഫിംഗർ പ്രിന്റ് എങ്ങനെയാണ് സ്പേസ്ഷിപ്പിൽ വന്നതെന്നോർത്ത് ക്ലെയറും കൂട്ടരും വീണ്ടും ആകെ കൺഫ്യൂഷനിലായി. ഇവിടെ കാറ് നന്നാക്കിയ ശേഷം വൃദ്ധനും അയാളുടെ ഭാര്യയും കൂടെ കുട്ടികൾക്ക് ആഹാരം നൽകി. അങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നോവയെക്കുറിച്ചുള്ള വാർത്ത TVയിൽ കണ്ടു. നാസ് എന്നൊരു കുട്ടി നോവയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് വാർത്തയിൽ പറയുന്നത്. പക്ഷേ കുട്ടികൾ തമ്മിലുള്ള ഐക്യം കണ്ടപ്പോൾ വാർത്തയിൽ പറയുന്നത് സത്യമല്ലെന്ന് വൃദ്ധർക്ക് മനസ്സിലായി. അപ്പോഴാണ് അവിടെ പോലീസ് എത്തിയത്. പെട്ടെന്ന് കുട്ടികളോട് ചെന്ന് ഒളിച്ചിരിക്കാൻ പറഞ്ഞിട്ട് വൃദ്ധൻ ചെന്ന് കുട്ടികൾ വന്ന കാറിനെ ഷെഡിനകത്ത് കയറ്റി. ശേഷം പോലീസ് വന്ന് വൃദ്ധനെ ചോദ്യം ചെയ്തു. 2 കുട്ടികളുടെയും അവര് മോഷ്ടിച്ച കാറിന്റെയും ഫോട്ടോസ് പോലീസ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇവരെ കണ്ടോ എന്നും പോലീസ് ചോദിച്ചു. ഞങ്ങൾ ഈ കുട്ടികളെയും കാറിനെയും ഒന്നും കണ്ടിട്ടില്ലെന്നാണ് വൃദ്ധൻ പറഞ്ഞത്. പക്ഷേ നേരത്തെ ഷെഡിൽ കയറ്റിയപ്പോൾ അയാള് കാറിന്റെ ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്നുപോയിരുന്നു. അതിനാൽ കാറ് ഷെഡിൽ നിന്നിറങ്ങി വന്നു. കാറ് കണ്ടപ്പോൾ പോലീസിന് കാര്യം പിടികിട്ടി. പോലീസ് ഉടനെ അത് ക്ലെയറിനെ വിളിച്ചു പറഞ്ഞു. ഇനി ഇവിടെ നിന്നാൽ നമ്മളെ പിടിക്കുമെന്ന് മനസ്സിലാക്കിയ കുട്ടികൾ പോലീസ് കാണാതെ വീട്ടിന് പിന്നിലുള്ള നെൽപ്പാടം വഴി ഓടി രക്ഷപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് ക്ലെയറും കൂട്ടരും വൃദ്ധന്റെ വീട്ടിലെത്തി. അവൾ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും അയാളും ഭാര്യയും ഒന്നും തന്നെ പറഞ്ഞു കൊടുത്തില്ല. നിങ്ങളെ നമ്മൾ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ക്ലെയർ അവരെ ഭീഷണിപ്പെടുത്തി നോക്കി. എന്നിട്ടും അവരൊന്നും പറഞ്ഞില്ല. പക്ഷെ കാർ ഇവിടെ ഉള്ളതിനാൽ എന്തായാലും ആ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നായകളെ ഉപയോഗിച്ച് പരിസരം മുഴുവൻ പരിശോധിക്കാൻ ക്ലെയർ പറഞ്ഞു. കുട്ടികൾ ഈ സമയം നെൽപ്പാടം കഴിഞ്ഞ് ഒരു കാട്ടിലൂടെ നടക്കുകയായിരുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് നാസ് ചോദിച്ചു. പക്ഷെ അതും സീക്രട്ട് ആണെന്ന് നോവ പറഞ്ഞു. അങ്ങനെ അവര് നടന്ന് ഒരു മിലിറ്ററിക്കാരന്റെ മുന്നിലാണ് ചെന്നുപെട്ടത്. നോവ പെട്ടെന്ന് അവളുടെ തോക്കെടുത്ത് അയാളെ വെടിവെച്ചു. പക്ഷെ അത് സാധാരണ തോക്കായിരുന്നില്ല. മറിച്ച് ആൾക്കാരെ താൽക്കാലികമായിട്ട് ഫ്രീസ് ആക്കി നിർത്തുന്ന ഒരു ടൈപ്പ് തോക്കാണ്. അങ്ങനെ അയാളെ ഫ്രീസ് ആക്കി നിർത്തിയിട്ട് 2 പേരും അവിടെ ഓടി രക്ഷപ്പെട്ടു. കുറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ അവസാനം അവര് ലൊക്കേഷനിലെത്തി. അത് ഏതോ ഒരു ഫാക്ടറി ആയിരുന്നു. നോവ നാസിനെയും കൊണ്ട് അകത്ത് കയറി. ഇവിടെ എന്തിനാണ് വന്നതെന്ന് നാസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ നോവ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ഫാക്ടറിക്കകത്ത് കുറച്ച് ഉന്നതരായ ബിസിനസ്സുകാര് കൂടിയിരുന്ന് മീറ്റിംഗ് നടത്തുകയായിരുന്നു. സൈമണും അവന്റെ അച്ഛൻ വില്യവുമാണ് ഇതിലെ പ്രധാനികൾ.
അതിനിടയിൽ അവിടെ നോവ കയറി വന്നു. അവള് സൈമന്റെ അടുത്ത് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. സംഭവം സൈമണും വില്യവും ചേർന്ന് ഉടൻ തന്നെ നോർത്ത് പോളിൽ പുതിയൊരു ഓയിൽ റിഗ് തുടങ്ങാൻ പോവുകയാണ്. നോർത്ത് പോളിൽ ഭൂമിക്കടിയിൽ വൻതോതിൽ മീഥെയ്ൻ വാതകം തങ്ങിക്കിടപ്പുണ്ട്. ഇവര് ഓയിൽ റിഗ് സ്ഥാപിച്ച് ഖനനം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ മീഥെയ്ൻ വാതകം മൊത്തം പുറത്തു വരും. അത് തീവ്രമായ ആഗോള താപനത്തിന് കാരണമാകും. പിന്നെ കാലാവസ്ഥകളൊക്കെ ആകെ തകിടം മറിയും. അതിന്റെയൊക്കെ അനന്തരഫലമായിട്ടാണ് ഭാവിയിൽ ഭൂമി നശിച്ചു പോകുന്നത്. അതിനാൽ എങ്ങനെയെങ്കിലും ഈ ഓയിൽ റിഗിന്റെ പ്രവർത്തനം തുടങ്ങാതെ നോക്കണം. അതാണ് നോവയുടെ ദൗത്യം. അങ്ങനെ ഭാവിയിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നോവ പറഞ്ഞു കൊടുത്തിട്ടും ആരും തന്നെ അവളെ സീരിയസ് ആയിട്ട് കണ്ടില്ല. ഏതോ ഒരു കുട്ടി വെറുതെ തമാശ കാണിക്കുന്നതായിട്ടാണ് എല്ലാവരും പരിഗണിച്ചത്. അതിനാൽ സെക്യൂരിറ്റികൾ രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കി. പക്ഷേ സൈമന്റെ മുഖത്ത് ഒരു പരിഭവമുണ്ടായിരുന്നു. കാരണം നോവ പറഞ്ഞതൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മുൻപ് അവന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് നാസ് നോവയോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ശരിക്കും ഏലിയൻ അല്ലെന്നും ഭാവിയിൽ നിന്നും ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്നുമൊക്കെയുള്ള കാര്യങ്ങൾ അവള് പറഞ്ഞുകൊടുത്തു. അത് കേട്ട് നാസ് അത്ഭുതപ്പെട്ടു. ഇനി എന്ത് ചെയ്യുമെന്ന് നാസ് ചോദിച്ചു. ഇനി സൈമന്റെ വീട്ടിൽ ചെന്ന് അവന്റെ അടുത്ത് കാര്യം പറഞ്ഞ് ബോധിപ്പിക്കണമെന്നാണ് നോവയുടെ പ്ലാൻ. പക്ഷേ അയാളുടെ വീട് എവിടെയാണെന്നറിയില്ല. അപ്പോഴാണ് ഫാക്ടറിയിലെ പാർക്കിംഗ് ലോട്ടിൽ കിടക്കുന്ന സൈമന്റെ കാറ് ശ്രദ്ധിച്ചത്. നോവ ചെന്ന് ആ കാറിന് പിന്നിൽ ഒരു ട്രാക്കർ ഒളിപ്പിച്ചു വെച്ചു. ഇതിനിടയിൽ നോവയെ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത ഫാക്ടറിയിലെ ഒരു സെക്യൂരിറ്റിക്കാരൻ കാണാൻ ഇടയായി. അവൻ ഉടനെ അത് പോലീസിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു. കുറച്ചു കഴിഞ്ഞതും ക്ലെയറും കൂട്ടരും അവിടെ എത്തി. അവര് CCTV പരിശോധിച്ച് നോക്കിയപ്പോൾ നോവയും നാസും കൂടെ സൈമന്റെ കാറിന് പിന്നിൽ എന്തോ വയ്ക്കുന്നത് കണ്ടു. അപ്പോൾ കുട്ടികൾ സൈമണിനെ ഫോളോ ചെയ്യുകയാണെന്ന് ക്ലെയറിന് മനസ്സിലായി. അതുകൊണ്ട് ക്ലെയറും കൂട്ടരും പെട്ടെന്ന് സൈമന്റെ വീട്ടിലേക്ക് പോയി. ഈ സമയം നാസും നോവയും സൈമന്റെ വീട്ടിലെത്തിയിരുന്നു. നോവ എന്തൊക്കെ പറഞ്ഞിട്ടും സൈമൺ വിശ്വസിക്കുന്നില്ല. അവസാനം അവൾ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തു. അത് ആദ്യം കണ്ട വീൽ ചെയറിലിരുന്ന സയന്റിസ്റ്റിന്റെ റെക്കോർഡിംഗ് ആയിരുന്നു. അത് കാണുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. സംഭവം ആ വീൽ ചെയറിലിരിക്കുന്ന വൃദ്ധൻ യഥാർത്ഥത്തിൽ സൈമൺ തന്നെയാണ്. അവനാണ് ഭാവിയിൽ കുറെ സയന്റിസ്റ്റുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ടൈം ട്രാവൽ ചെയ്യാനുള്ള ടെക്നോളജി കണ്ടുപിടിച്ചത്. ഇങ്ങനെ പാസ്റ്റിലേക്ക് വന്ന് ഓയിൽ റിഗ് പ്രോജക്റ്റ് തടയുന്ന ദൗത്യം പ്ലാൻ ചെയ്തതും അവൻ തന്നെയാണ്. അങ്ങനെ ആ റെക്കോർഡിംഗിൽ വൃദ്ധനായ സൈമൺ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പക്ഷേ എന്നിട്ടും ഇപ്പോഴത്തെ സൈമൺ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. കുട്ടികൾ എന്തോ പ്രാങ്ക് കാണിക്കുകയാണെന്നാണ് അവൻ കരുതിയത്. നോവ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് വിവരിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അപ്പോഴാണ് ക്ലെയറും കൂട്ടരും അവിടെ എത്തിയത്. അവര് വന്ന് നോവയെ വെടിവെച്ച് വീഴ്ത്തി. റോബോട്ടിനെയും വെടിവെച്ച് നശിപ്പിച്ചു. അതിനിടയിൽ നാസ് ആണെങ്കിൽ തന്ത്രപരമായിട്ട് ആരും കാണാതെ അവിടുന്ന് രക്ഷപ്പെട്ടു. അവൻ നേരത്തെ കണ്ട വൃദ്ധന്റെ പക്കലേക്കാണ് പോയത്. നോവയെ ക്ലെയർ നേരെ ബേസിലേക്ക് കൊണ്ടുപോയി. കൃത്യമായ ചികിത്സ കിട്ടിയതിനാൽ നോവയ്ക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. റോബോട്ടിനെയും ഒരു സയന്റിസ്റ്റ് പരിശോധിച്ച് നോക്കുന്നുണ്ട്. ക്ലെയർ ചോദ്യം ചെയ്തപ്പോൾ നോവ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്തു. അത് കേട്ടപ്പോൾ ക്ലെയറിന് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നാൽ നോവ വന്ന സ്പേസ്ഷിപ്പിലെ ഉപകരണങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിലെല്ലാം 2048 നിർമ്മിച്ചതാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അവയെല്ലാം ഇപ്പോഴത്തേതിനേക്കാൾ ഒരുപാട് അഡ്വാൻസ്ഡുമാണ്. നേരത്തെ കണ്ട ഫ്രീസ് ആക്കി നിർത്തുന്ന തോക്കും ഇപ്പോഴത്തെ ഒരു ടെക്നോളജിക്കും സാധ്യമല്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ച് പരിഗണിച്ച് നോക്കുമ്പോൾ നോവ പറയുന്നത് സത്യം തന്നെ ആയിരിക്കുമെന്നാണ് സയന്റിസ്റ്റുകളുടെ നിഗമനം. അവള് സയന്റിസ്റ്റിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ റോബോട്ട് നോവയുടെ തോക്കും എടുത്തുകൊണ്ട് ബേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഈ സമയം നാസും വൃദ്ധരും കൂടെ നോവയെ തേടുകയായിരുന്നു. വെടികൊണ്ടതിനാൽ അവളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണുമെന്നത് ഉറപ്പാണ്. പക്ഷെ ഏത് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയതെന്ന് ഇവർക്കറിയില്ല. അതുകൊണ്ട് ഇങ്ങനൊരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഇവരെ എല്ലാ ആശുപത്രിയിലും വിളിച്ചന്വേഷിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ റോബോട്ട് എത്തിയത്. നോവ എവിടെയാണെന്ന് റോബോട്ട് നാസിന് പറഞ്ഞുകൊടുത്തു. അതുമാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ റോബോട്ട് പറഞ്ഞു. സംഭവം പാസ്റ്റിലേക്ക് വന്നാൽ 24 മണിക്കൂറുകൾ വരെ മാത്രമേ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ. 24 മണിക്കൂറുകൾ കഴിയുന്നതിന് മുന്നേ തിരിച്ചു പോകണം, അല്ലെങ്കിൽ അവള് മരിച്ചു പോകും. ഇനിയും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ അവൾക്ക് ബാക്കിയുള്ളൂ. അതുകൊണ്ട് നീ എത്രയും വേഗം ചെന്ന് അവളെ രക്ഷിക്കണമെന്ന് റോബോട്ട് പറഞ്ഞു. പറഞ്ഞു തീർന്നതും റോബോട്ട് ഓഫായി പോയി. ശേഷം റോബോട്ട് കൊണ്ടുവന്ന തോക്കും എടുത്തുകൊണ്ട് നാസ് നേരെ മിലിറ്ററി ബേസിലേക്ക് പോയി. അവൻ മിലിറ്ററിക്ക് മുന്നിൽ കീഴടങ്ങി. അങ്ങനെ അവരവനെ പിടിച്ചുകൊണ്ട് അകത്ത് പോയി. മിലിറ്ററി ഓഫീസേഴ്സ് അവനെ ചോദ്യം ചെയ്തു. അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ നീ വെറും കുട്ടിയാണെന്നും നിനക്കൊന്നും അറിയില്ലെന്നും ഒക്കെ പറഞ്ഞ് ഓഫീസേഴ്സ് അവനെ കളിയാക്കി. അപ്പോ ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് നാസിന് ബോധ്യമായി. അതുകൊണ്ട് കൂടുതൽ സമയം കളയാതെ അവൻ കൊണ്ടുവന്ന തോക്കെടുത്ത് കണ്ണിൽ കണ്ട എല്ലാവരെയും വെടിവെച്ചു. അങ്ങനെ എല്ലാവരെയും ഫ്രീസ് ആക്കി നിർത്തിയിട്ട് നോവയെ കൊണ്ടുപോയി അവളുടെ സ്പേസ്ഷിപ്പിൽ ഇരുത്തി.
അപ്പോഴാണ് അവിടെ ക്ലെയർ എത്തിയത്. അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുന്നേ നോവ സ്പേസ്ഷിപ്പും കൊണ്ട് രക്ഷപ്പെട്ടു പോയി. തിരിച്ച് ഭാവിയിൽ വന്നപ്പോൾ ഒന്നും തന്നെ മാറിയിട്ടില്ല. അപ്പോൾ തന്റെ ദൗത്യം പരാജയപ്പെട്ടുവെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ അവളെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്നാൽ അവൾക്ക് ഇപ്പോൾ ഒരു മകനുണ്ട്. നാസ് ആണ് അവളുടെ ഹസ്ബൻഡ്. ഇനി വീണ്ടും തിരിച്ചു ചെന്ന് മറ്റെന്തെങ്കിലും രീതിയിലൂടെ ദൗത്യം നടപ്പിലാക്കണമെന്ന് ഒരു സയന്റിസ്റ്റ് നോവയോട് പറഞ്ഞു. വേണമെങ്കിൽ എന്നെ അങ്ങ് കൊന്നു കളയാനും മടിക്കരുതെന്ന് സൈമണും പറഞ്ഞു. ആദ്യം ചെന്ന് ലാൻഡ് ചെയ്ത അതേ സമയത്താണ് വീണ്ടും ടൈം ട്രാവൽ ചെയ്യാൻ സൈമൺ നിർദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നാസുമായുള്ള ഭാവി നഷ്ടമാകും. അതുകൊണ്ട് ഞാൻ മിലിറ്ററി ബേസിൽ നിന്ന് പുറപ്പെട്ട അതേ സമയത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് നോവ പറഞ്ഞു. അങ്ങനെ അവള് തിരിച്ചെത്തി. പോയിട്ട് 1 മിനിറ്റ് പോലും ആയില്ല. അതിനു മുന്നേ നോവ തിരിച്ചു വന്നത് കണ്ടപ്പോൾ നാസിനും ക്ലെയറിനുമൊക്കെ അത്ഭുതം തോന്നി. നമുക്ക് എത്രയും പെട്ടെന്ന് നോർത്ത് പോളിലേക്ക് പോകണമെന്ന് നോവ നാസിനോട് പറഞ്ഞു. ടൈം ട്രാവൽ ചെയ്ത് വീണ്ടും തിരിച്ചു വരണമെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട കാര്യമായിരിക്കുമെന്ന് ക്ലെയറിന് മനസ്സിലായി. അതുകൊണ്ട് അവള് നാസിനെയും നോവയെയും പോകാൻ അനുവദിച്ചു. പോകുന്ന വഴിക്ക് വേറെയും കുറെ സ്പേസ്ഷിപ്പുകൾ വരുന്നത് നാസ് കണ്ടു. ഇത്രയും പേരെന്തിനാണ് വന്നതെന്ന കാര്യം അവള് നാസിന് പറഞ്ഞുകൊടുത്തു. കുറച്ച് മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം അവര് നോർത്ത് പോളിലെത്തി. അവിടെ ഓയിൽ റിഗിന്റെ പ്രവർത്തനം തുടങ്ങാൻ നിൽക്കുകയായിരുന്നു. സൈമണിന് ഇത് ചെയ്യാൻ പാടില്ലെന്ന് ഒരു തോന്നലുണ്ട്. അവൻ അത് ചെന്ന് വില്യമിന്റെ അടുത്ത് പറയുകയും ചെയ്തു. പക്ഷേ ഇത് വലിയ ലാഭം കിട്ടുന്ന പരിപാടിയാണ്, അതുകൊണ്ട് ഇത് നമ്മൾ ചെയ്തേ പറ്റൂവെന്നാണ് വില്യം പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ സൈമൺ വിഷമിച്ചു നിൽക്കുന്ന സമയത്താണ് നോവയും നാസും അവിടെ എത്തിയത്. അവര് വന്ന് എല്ലാവരെയും ഫ്രീസ് ആക്കി നിർത്തി. അത് കണ്ട് പേടിച്ച് കുറെ പേര് ഓടിപ്പോവുകയും ചെയ്തു. വില്യം പെട്ടെന്ന് ഓയിൽ റിഗിന്റെ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. എന്നാൽ അവനെയും നോവ ഫ്രീസ് ആക്കി. എന്നിട്ട് മെഷീനെ വെടിവെച്ച് കേടാക്കുകയും ചെയ്തു. സൈമൺ അപ്പോഴേക്കും നോവയുടെ പക്ഷത്തായി. അതുകൊണ്ട് അവനെ മാത്രം ഒന്നും ചെയ്തില്ല. അങ്ങനെ അവസാനം എല്ലാം ശരിയായി. അപ്പോഴാണ് നേരത്തെ കണ്ട വൃദ്ധൻ നാസിനെ വിളിച്ചത്. ഉടനെ നോവ നാസിനെയും കൊണ്ട് വൃദ്ധന്റെ വീട്ടിൽ പോയി. അവിടെ അയാള് റോബോട്ടിനെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നോവയെ കണ്ടതും റോബോട്ടിന് സന്തോഷമായി. ശേഷം നമ്മൾ ഇനിയും കണ്ടുമുട്ടുമെന്ന് നാസിനോട് പറഞ്ഞിട്ട് നോവ സ്പേസ്ഷിപ്പിൽ കയറി തിരിച്ച് ഭാവിയിലേക്ക് പോയി. അപ്പോഴാണ് അവിടെ ക്ലെയർ എത്തിയത്. അവള് വീണ്ടും നാസിനെ ബേസിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്തു. അവര് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത്. സംഭവം നേരത്തെ ഇവരുടെ കൂടെ കണ്ട കുറെ സ്പേസ്ഷിപ്പുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് പോയത്. എന്നിട്ട് ഇതുപോലെ ഖനനം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് അവിടെയുള്ള യന്ത്രങ്ങളെയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അതുപോലെ വനനശീകരണം നടത്തുന്ന സ്ഥലങ്ങളിലും അവര് പോയിരുന്നു. ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന കാര്യങ്ങൾ ഇനി ആരും തന്നെ ചെയ്യാൻ പാടില്ല. ചെയ്താൽ ഞങ്ങൾ വീണ്ടും വന്ന് ഇതുപോലെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് റേഡിയോ വഴി ഒരു താക്കീതും നൽകിയിട്ടാണ് സ്പേസ്ഷിപ്പുകൾ തിരിച്ചുപോയത്. ഇത് ലോകം മൊത്തം വലിയൊരു വാർത്തയായി. ആഗോള താപനമുണ്ടാകാതിരിക്കാൻ ഏതോ ഏലിയൻസ് നമ്മളെ സഹായിക്കുകയാണെന്നാണ് വാർത്തയിൽ പറയുന്നത്. അതിനാൽ ലോകത്തിലെ ഒട്ടുമിക്ക ഓയിൽ റിഗുകളും ഇപ്പോൾ അടിയന്തരമായിട്ട് നിർത്തലാക്കിയിരിക്കുകയാണ്. എന്തായാലും നാസിനെ ഇനി ചോദ്യം ചെയ്തിട്ട് കാര്യമില്ലെന്ന് ക്ലെയറിന് തോന്നി. അതുകൊണ്ട് അവൾ അവനെ വെറുതെ വിട്ടു. അതുപോലെ യഥാർത്ഥ നോവയെയും കുടുംബത്തിനെയും വെറുതെ വിട്ടു. നാസിന്റെ ATVയും ക്ലെയർ തിരികെ നൽകി. ശേഷം അവൻ ബേസിൽ നിന്ന് പോകാൻ നിന്നപ്പോൾ യഥാർത്ഥ നോവയും കുടുംബവും ഒരു കാറിൽ പോകുന്നത് നാസ് കണ്ടു. അപ്പോൾ നാസ് ആ കാറിന് പിന്നാലെ പോയി. ആ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്.